രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ദശരഥൻ കാണുമ്പോഴേക്കും ദശരഥന് ആകെ വിഹ്വലത വരണം മനസ്സില്. ആ പ്രകാരത്തില് കൈകേയി അവിടെ കിടന്നു. ഈ സമയത്താണ് ദശരഥ മഹാരാജാവ് സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ച് എല്ലാം വിജയകരമായിട്ട് പൂർണ്ണമായി മംഗളകരമായിട്ട് തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നേറുന്നു. സഭയിൽ വെച്ച് രാമനെ വിളിച്ച് അടുത്ത പുലരിയിലെ അഭിഷേക കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അതിനുശേഷം രാമനെ തൻ്റെ മുറിയിലേക്ക് മറ്റുള്ളവരുടെ എല്ലാ അസാന്നിധ്യത്തിൽ ചില കാര്യങ്ങൾ അറിയിക്കാനായി വിളിച്ചു വരുത്തി. രാമനെ അതെല്ലാം അറിയിച്ചു. എനിക്കിനി ഇത് മാത്രമേ നിർവഹിക്കാനുള്ളൂ. നകിഞ്ചൻ മമ കർത്തവ്യം തവ അന്യത്രാഭിഷേചനാത്. നിന്നെ അഭിഷേകം കഴിക്കുക എന്നുള്ളതല്ലാതെ എനിക്കിനി എൻ്റെ ജീവിതത്തിൽ വേറൊന്നും തന്നെ ചെയ്യാനില്ല. എല്ലാം ഞാൻ ഭംഗിയായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടല്ലയോ രാമ, ഞാൻ ഈ പറയുന്ന ഈ കാര്യം നീ അംഗീകരിക്കണം. നീ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. നേരം വരുമ്പോഴേക്കും നീ യുവരാജാവായിട്ട് അഭിഷേകം കൈക്കൊണ്ടുകൊള്ളണം. അതിന് വിപരീതമായിട്ട് നിന്റെ മനസ്സ് പ്രവർത്തിക്കരുത് എന്നെല്ലാം അനേക കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ദശരഥൻ പറയുന്നത് നാം കേട്ടു. ദശരഥന്റെ അനുവാദത്തോടുകൂടി രാമൻ തന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ നിന്നിട്ട് കൗസല്യയുടെ ഭവനത്തിൽ, അവിടെ കൗസല്യയും സുമിത്രയും ലക്ഷ്മണനും സീതയും ഉണ്ട്. കാര്യങ്ങളെല്ലാം അമ്മയെ അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് അനുവാദവും വാങ്ങി തന്റെ കൊട്ടാരത്തിൽ സീതയോടൊപ്പം വന്നു. അപ്പോഴേക്കും ദശരഥന്റെ പ്രാർത്ഥന മാനിച്ചിട്ട് വസിഷ്ഠൻ വന്ന് ശ്രീരാമചന്ദ്രന് അന്ന് രാമനും സീതയും ദീക്ഷിക്കേണ്ട വ്രതവിധികളെല്ലാം ഉപദേശിച്ചു. കാരണം പുലരുമ്പോഴേക്കും അഭിഷേകമാണ്. എന്നിട്ട് മടങ്ങിപ്പോയി. ഇങ്ങനെ എല്ലാം ആയി കഴിഞ്ഞു. ഇനി സൂര്യൻ ഉദിച്ചാൽ മാത്രം മതി. ആ അവസ്ഥയിലാണ് വസിഷ്ഠ ഋഷി മടങ്ങി വന്ന് രാമൻ ഉപവാസം ആരംഭിച്ചു സീതയോടൊപ്പം എന്ന് മഹാരാജാവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഋഷിയെ വന്ദിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നത് കൈകേയി ഭവനത്തിലേക്ക്. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ തന്നെ നാട്ടുകാരെല്ലാവരും ഉത്സവം ആഘോഷിക്കാൻ എല്ലാവരും ഈ വൃത്താന്തം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും കൈകേയിയോട് താൻ തന്നെ പറയണം. ഒരുപക്ഷെ കൈകേയി ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും താൻ തന്നെ പറയണം. കൈകേയിയുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായിരിക്കുന്ന കാര്യം ദശരഥന് നന്നായിട്ടറിയാം. അത് താൻ തന്നെ പറയണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നേരെ കൈകേയിയുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. പ്രിയാർഹോ പ്രിയമാഖ്യാതും വിവേശ അന്തഃപുരം വശി. അങ്ങേറ്റം സന്തുഷ്ടനായിരിക്കുന്ന രാജാവ് ദശരഥൻ തന്റെ പ്രിയതമയായിരിക്കുന്ന കൈകേയിയോട് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഈ വൃത്താന്തം, ഈ പ്രിയം പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അന്തഃപുരത്തിനുള്ളിലേക്ക്, കൈകേയിയുടെ ഭവനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ കൈകേയി ഗൃഹത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോ സാധാരണയായിട്ട് എല്ലാ ദിവസവും കൈകേയി തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ മുന്നിലുള്ളതായ സ്വീകരണ മുറിയിൽ കാണും. അങ്ങേറ്റ സന്തോഷവതിയായിട്ട്, സർവാഭരണ വിഭൂഷിതയായിട്ട്. പക്ഷെ അവിടെ കണ്ടില്ല. സപ്രവിശ്യ മഹാരാജ സ്വമന്തപുരമൃദ്ധിമത്. അങ്ങേറ്റം ഐശ്വര്യമയമായിരിക്കുന്ന തന്റെ അന്തപുരത്തിനുള്ളിലേക്ക് ആ മഹാരാജാവ് പ്രവേശിച്ചു. പക്ഷേ ന ദദർശ സ്ത്രീയം രാജ കൈകേയിയും ശയനോത്തമേ. അവിടെ വിശ്രമിക്കാനുള്ളതായ ശയനത്തില്
എന്നും ഉണ്ടാകാറുള്ള ആ കൈകേയിയെ അവിടെ കണ്ടില്ല. ഇത് തന്നെ രാജാവിന്റെ മനസ്സിൽ ഒരു ഞെട്ടലുണ്ടാക്കി. എന്ത് സംഭവിച്ചു? വിവാഹം കഴിഞ്ഞ കേകയത്ത് നിന്നിവിടെ വന്നതിന് ശേഷമുള്ളതായ എന്നും ഒരു മുടക്കവും കൂടാതെ നടന്നിരുന്നതായ ഒരു ക്രമം ഇതാ ഇന്ന് തെറ്റിപ്പോയിരിക്കുന്നു. തന്നെ സ്വീകരിക്കാൻ സന്തോഷത്തോടു കൂടിയിട്ട് കൈകേയി അവിടെ ഇല്ല. രാജാവ് എല്ലാ ദിവസവും ആ അന്തഃപുരത്തിനുള്ളിലേക്ക് വരുമ്പോഴേക്കും നജരാജ ഗൃഹം ശൂന്യം പ്രവിവേശ കഥാചന. ആ അന്തഃപുരത്തിൽ മുമ്പ് എല്ലായ്പ്പോഴും കൈകേയി ഉണ്ടാവും. പക്ഷേ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും രാജാവ് വരുമ്പോ കൈകേയി ഇല്ലാതെ ആ അന്തഃപുരത്തെ ശൂന്യമായി കണ്ടിട്ടില്ല. ഇപ്പോഴിതാ ആ അന്തഃപുരം പരിപൂർണമായും ശൂന്യം. ആരോടാ ചോദിക്കുക കൈകേയി എവിടെയെന്ന്? ഉടനെ തന്നെ കൈകേയിയുടെ അടുത്ത ദാസിമാര് അവരവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു. അവരെല്ലാം ഭയന്ന് വിറയ്ക്കുകയാണ്. മഹാരാജാവിനോട് എങ്ങനെ പറയും? പക്ഷേ അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അങ്ങനെ പറയാതിരിക്കും. സന്ത്രസ്താത്, വളരെയേറെ ഭയത്തോടു കൂടിയവളായിട്ട് ആ ദാസി പറയാണ്. കൃതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് മഹാരാജാവിനോട് പറഞ്ഞു, ദേവദേവി പ്രശം കൃത്വ ക്രോധാകാര വിദ്രുത. അല്ലയോ ദേവ, മഹാരാജാവേ, ദേവി കൈകേയി വളരെയേറെ ക്രുദ്ധയാണ് ഇപ്പോൾ. ഒരുപക്ഷെ ആ ദാസിമാരും ആദ്യമായിട്ട് കൈകേയിയെ കോപിച്ച് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയം. ഇക്കാര്യം രാജാവിനോട് പറയാൻ അതിലേറെ ഭയം. അങ്ങനെ കോപിച്ചിട്ട് വളരെ വേഗത്തില് ക്രോധാകാരത്തിലേക്ക് ഓടിപ്പോയിരിക്കുന്നു. അവിടെയാണ് കൈകേയി ഉള്ളത്. മഹാരാജാവിന് കാര്യം മനസ്സിലായില്ല. കൈകേയി എന്തുകൊണ്ട് കോപിച്ചു? കോപിക്കാൻ യാതൊരു കാര്യവും ഇല്ലല്ലോ. സന്തോഷിക്കാനുള്ള കാരണങ്ങളാണല്ലോ ഉള്ളത്. മഹാരാജാവിന് ഒന്നും പിടികിട്ടുന്നില്ല. കൈകേയിയുടെ മനസ്സ് ഈ പ്രകാരത്തിൽ മാറിപ്പോയതൊന്നും രാജാവിന് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള വിദൂരമായ സംശയം പോലും രാജാവിന്റെ ഉള്ളിലില്ല. അതുകൊണ്ട് രാജാവിന് ഇത് മനസ്സിലായില്ല. അദ്ദേഹം വളരെ വേഗത്തിൽ ക്രോധാകാരത്തിലേക്ക് ചെന്നപ്പോഴേക്കും അപാപ പാപസങ്കല്പം ദദർശ ധരണീതലേ. ഇതെല്ലാം പാപമില്ലാത്തവനായ മഹാരാജാവ് പാപമയമായ സങ്കല്പങ്ങളോടുകൂടി ആഗ്രഹങ്ങളോടുകൂടിയിട്ട് ഭൂമിയിൽ അങ്ങനെ വിവശയായി കരഞ്ഞു വിളിച്ച് കിടക്കുന്ന ആ കൈകേയിയെ നേരിട്ട് കണ്ടു. ഏതുപോലെ വെച്ചുകഴിഞ്ഞാൽ ലതാമിവ വിനിഷ്കൃത്താം പതിതാം ദേവതാമിവ. ഒരു വള്ളിയെ പിഴുത് ദൂരേക്ക് നശിപ്പിക്കാനായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഭൂമിയിൽ കിടക്കും? അതേ പ്രകാരത്തില് വാടിത്തളർന്ന് ഭൂമിയിൽ കിടക്കുന്ന ആ കൈകേയിയെ കണ്ടു. എന്ന് മാത്രമല്ല, ആകാശത്ത് നിന്നിട്ട് ദേവലോകത്ത് നിന്നിട്ട് അബദ്ധവശാല് വീണുപോയ ഒരു അപ്സരസിനെ പോലെ ആ കൈകേയി ഭൂമിയില് വീണ് കിടക്കുന്നത് കണ്ടു. അതേപോലെ ഒരു കിന്നരിയെ പോലെ, അല്ലെങ്കിൽ ഗന്ധർവാംഗനെ പോലെ, അല്ലെങ്കിൽ ഒരു ദേവിയെ പോലെ അങ്ങനെ ഭൂമിയിൽ വീണ് കിടക്കുന്ന, ഒരിക്കലും ഗന്ധർവിമാരും കിന്നരിമാരും ദേവിമാരും ഒന്നും ഇങ്ങനെ ദുഃഖിതയായിട്ട് ഭൂമിയിൽ കിടക്കാനുള്ളവരല്ലല്ലോ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നാൽ ഏത് പ്രകാരത്തിലായിരിക്കും അവർ കാണപ്പെടുക? അതേ പ്രകാരത്തിൽ കൈകേയിയെ കണ്ടു. മഹാരാജാവ് ഓടി അടുത്തെത്തി കൈകേയിയോട് ചോദിച്ചു, അല്ലയോ കൈകേയി, നീ ഇതുവരെ എന്നോട് കോപിച്ചിട്ടില്ല, കോപിക്കാനുള്ള ഒരു കാരണവും ഉണ്ടായിട്ടുമില്ല. അപ്പൊ നിന്റെ ഈ കോപം എന്നോടുള്ള കോപമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അല്ലയോ ദേവി, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഈ കോപമുണ്ടായത്? ദേവി കേന അഭിയുക്താസി കേനവാസി വിമാനിത. വേറെ ആരെങ്കിലും നിന്നെ ഏതെങ്കിലും പ്രകാരത്തില് ശല്യപ്പെടുത്തിയോ, ഉപദ്രവിച്ചോ, അല്ലെങ്കിൽ അവമതിച്ചോ?
അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമല്ലേ കോപം വരേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഈ കൊട്ടാരത്തില് ആരും തന്നെ ധൈര്യപ്പെടില്ല വന്നിട്ട് ദേവിയെ അവമതിക്കാനും അതേപോലെ തന്നെ ദേവിയെ വിഷമിപ്പിക്കാനുമായിട്ട്. അല്ലയോ കല്യാണി, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭൂമിയില് ഈ പ്രകാരത്തിൽ ഇങ്ങനെ കിടക്കുന്നത്, വീണ് കിടക്കുന്നത്? കാണുമ്പോഴേക്കും ഏതോ ഒരു പിശാചോ ഭൂതമോ ഒക്കെ നിന്നെ ആവേശിച്ചതുപോലെ ഇരിക്കുന്നു. നിന്റെ ഈ ദർശനം മമ ചിത്തപ്രമാധിനി, എന്റെ മനസ്സിനെ വേദന കൊണ്ട് ആകെ ഇളക്കി മറിക്കുന്നു, മതിച്ചു കളയുന്നു.